നമസ്കാരം. സിനിമയെ വെല്ലുന്ന പ്രണയപ്പകയുടെയും വഞ്ചനയുടെയും കഥയാണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കാണുന്നത്. വിവാഹിതനാണെന്ന സത്യം മറച്ചുവെച്ച് ശ്രീലങ്കൻ യുവതിയെ പ്രണയിച്ച് ഗർഭിണിയാക്കിയ ശേഷം മുങ്ങിയ നജീം എന്ന ബിരുദനെ തേടി വിദേശ വനിത കടൽ കടന്നെത്തി. കളി കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ യുവതിയെ ഗർഭചിത്രം നടത്തി തിരിച്ചയച്ചെങ്കിലും വിടില്ല നിന്നെ എന്ന് ഉറപ്പിച്ച് യുവതി വീണ്ടും എത്തിയതോടെ നജീമിന്റെ കപട നാടകങ്ങൾ പൊളിഞ്ഞു. ഒടുവിൽ ലങ്കൻ യുവതി മാനസികാരോഗ്യ കേന്ദ്രത്തിലായപ്പോൾ നജീമിനെ കാണാനില്ലെന്ന പരാതിയുമായി ഭാര്യയും രംഗത്തെത്തിയിരിക്കുകയാണ്. കണിയാപുരം പള്ളിനട സ്വദേശി നജീമും ശ്രീലങ്കൻ സ്വദേശിനിയായ 29-കാരിയും അബുദാബിയിലെ മോളിൽ സഹപ്രവർത്തകരായിരുന്നു. താൻ അവിവാഹിതനാണെന്ന് യുവതിയെ വിശ്വസിപ്പിച്ച നജീം 8 മാസത്തോളം അവർക്കൊപ്പം താമസിച്ച് പ്രണയിച്ചു. 3 മാസം മുൻപ് നാട്ടിലേക്ക് പോന്ന നജീം പിന്നീട് തിരികെ പോയില്ല. നജീമിനെ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെയും താൻ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെയും യുവതി നജീമിനെ തേടി 1 മാസം മുൻപ് തലസ്ഥാനത്തെത്തി. പോത്തൻകോട് ഭാഗത്ത് വെച്ച് നജീമിനെ യുവതി കണ്ടെത്തി. പണി പാളുമെന്ന് കണ്ട നജീം പോത്തൻകോട്ട് വാടക വീടെടുത്ത് യുവതിയെ താമസിപ്പിച്ചു. പിന്നീട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി യുവതിയുടെ ഗർഭം അലസിപ്പിച്ചു. നീ നാട്ടിലേക്ക് പോകൂ, പിന്നാലെ ഞാനും വരാമെന്ന് യുവതിക്ക് ഉറപ്പ് കൊടുത്ത് ശ്രീലങ്കയിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ നാട്ടിലെത്തിയ യുവതിയെ നജീം വീണ്ടും ബ്ലോക്ക് ചെയ്തു. നജീമിന്റെ ചതി മനസ്സിലാക്കിയ യുവതി മെയ് 7 വീണ്ടും കഴക്കൂട്ടത്തെത്തി. ഇത്തവണ നജീം അവരൊരു ലോഡ്ജിൽ താമസിപ്പിച്ചു. അവിടെ വെച്ചുണ്ടായ വാക്കേറ്റത്തിനിടയിൽ ലോഡ്ജിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച നജീമിനെ തടയുന്നതിനിടെ യുവതിക്ക് പരിക്കേറ്റു. ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതോടെ പോലീസ് രംഗത്തെത്തി. സ്റ്റേഷനിൽ വെച്ച് നജീമിന് പിന്തുണയുമായി ഭാര്യയും ബന്ധുക്കളും എത്തിയതോടെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ച യുവതിയെ പോലീസ് ആദ്യം അഗതി മന്ദിരത്തിലേക്കും പിന്നീട് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കും മാറ്റി. എന്നാൽ അവിടെ നിന്നും ചികിത്സ കഴിഞ്ഞ് യുവതി പുറത്തിറങ്ങിയതിന് പിന്നാലെ നജീമിനെ കാണാനില്ലെന്നായിരുന്നു വിവരം. തന്റെ ഭർത്താവിനെ കാണാനില്ലെന്ന പരാതിയുമായി ഭാര്യ പോലീസിനെ സമീപിച്ചതോടെ കഥ വീണ്ടും സങ്കീർണമായിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിപ്പോകുന്ന പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന വഴിവിട്ട ബന്ധങ്ങളുടെയും ചതിക്കുഴികളുടെയും നേർചിത്രമാണ് ഈ സംഭവം നൽകുന്നത്. വിവാഹിതനാണെന്ന സത്യം മറച്ചുവെച്ച് ഒരു വിദേശ യുവതിയുടെ ജീവിതം തകർത്ത നജീമിന്റെ നടപടി കേവലം ഒരു പ്രണയപ്പക എന്നതിലുപരി ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യമാണ്. ഗർഭചിത്രം പോലെയുള്ള ക്രൂരകൃത്യങ്ങൾക്ക് യുവതിയെ വിധേയയാക്കിയതും അവരെ വീണ്ടും വഞ്ചിച്ചതും നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായി വേണം കരുതാൻ. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ വിദേശത്തുനിന്നും നീതി തേടിയെത്തിയ ശ്രീലങ്കൻ സ്വദേശിനി ഒടുവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഭയം തേടേണ്ടി വന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അന്യനാട്ടിൽ ഭാഷയോ ബന്ധുക്കളോ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ യുവതിയുടെ അവസ്ഥ ഒരു നാടിനെ മുഴുവൻ ലജ്ജിപ്പിക്കുന്നു. താൻ വിശ്വസിച്ച വ്യക്തിയിൽ നിന്നേറ്റ ഇരട്ടപ്രഹരം അവരെ മാനസികമായി തളർത്തിയെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരാനുള്ള അവരുടെ നിശ്ചയദാർഢ്യം നജീമിന്റെ മുഖംമൂടി അഴിച്ചുമാറ്റാൻ സഹായിച്ചു. നജീമിനെ കാണില്ലെന്ന ഭാര്യയുടെ പരാതിയോടെ ഈ കേസ് പുതിയൊരു വഴിത്തിരിവിലായിരിക്കുകയാണ്. നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള നജീമിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച തന്ത്രമാണോ ഈ തിരോധാനമെന്നും പോലീസ് സംശയിക്കുന്നു. വിദേശ യുവതിക്ക് നീതി ലഭ്യമാക്കുന്നതിനൊപ്പം സങ്കീർണമായി കുടുംബ പ്രശ്നങ്ങളിൽ ഒളിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനും കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാനും കഴക്കൂട്ടം പോലീസിന് വലിയ ഉത്തരവാദിത്തമുണ്ട്.